പ്രണയസാഗരം അധ്യായം 12. ഫോണിൽ നീണ്ട ശബ്ദം കേട്ടാണ് നൂറ നോക്കിയത്. മെഹറുവാണ്. ഓടിച്ചെന്ന് എടുക്കാൻ തോന്നി. പക്ഷേ എടുത്താൽ അവൻ്റെ വിളിയും കാത്താണ് താൻ ഇരുന്നത് എന്ന് കരുതും. അല്പം കഴിഞ്ഞെടുക്കാം. അവസാന റിങ്ങിൽ ഫോണെടുത്തു അവൾ ചെവിയോടടുപ്പിച്ചു. ഹലോ, ആരാ? ഓ, അപ്പോൾ നീ എൻ്റെ പേര് സേവ് ചെയ്തില്ലായിരുന്നോ? ആ, സഖാവായിരുന്നോ? എന്താണ് മെഹ്റു സഖാവേ? അല്ല നൂറ, താൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ സമരവും യുദ്ധവും ഒക്കെ ആയിട്ട് ക്ലാസ്സുകൾ കുറേ പോയി. ഇനി അതൊക്കെ എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും? അതെന്താ സഖാവേ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം? കോളേജിലെ പ്രശ്നങ്ങൾ എല്ലാവരും അറിയണ്ടേ? നൂറ, താൻ ഒരു പൊടിക്ക് അടങ്ങുന്നത് നല്ലതാ. പക്ഷേ താൻ പറഞ്ഞ ഒരു നല്ല കാര്യമായതുകൊണ്ട് തന്നോടുള്ള ഇഷ്ടം കൊണ്ടും തന്നോട് ഒരു അഭിപ്രായം ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ സഖാവിന് എന്നോട് പ്രണയമാണോ? ആ, അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഷേ, സീരിയസ് ആണെങ്കിൽ എനിക്ക് തിരിച്ചു നോക്കാമായിരുന്നു. ഇത് സഖാവിന് തന്നെ ഒരു ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് ഞാനെന്തിനാ വെറുതെ? ഞാൻ സീരിയസ് അല്ലെന്ന് ആര് പറഞ്ഞു നൂറ തന്നോട്? അപ്പോൾ സഖാവ് വീണോ? ആ, വീണു. പടച്ചോനെ, ഞാനും വീണെന്ന് തോന്നുന്നു സഖാവേ. ഈ പച്ചക്കൊടി ചുവപ്പിൽ ലയിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു. ലയിച്ചോളം പറ നൂറ. ശരിക്കും ഞാൻ പറയുകയെ സഖാവേ. പിന്നെ ഞാൻ തനിച്ചാവില്ലല്ലോ. തനിക്കെന്നെ വിശ്വാസമില്ലേ നൂറ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല മേറു, ഞാൻ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ്. എന്തു തന്നെ വന്നാലും തന്നെ ചേർത്ത് പിടിക്കാൻ ഞാൻ തയ്യാറാണ് നൂറ. എന്നോടൊപ്പം താനുണ്ടായാൽ മാത്രം മതി. ഞാൻ എന്നും ഉണ്ടാവും, എന്നും. എടോ, എനിക്ക് തന്നെ കാണാൻ കൊതിയാവുന്നു നൂറ. ഇപ്പോഴോ? ഈ രാത്രിയിൽ നിനക്ക് രാവിലെ വരെ കാത്തിരിക്കാൻ കഴിയില്ലേക്കാം? പറ്റില്ല പൊന്നെ, എനിക്ക് നിന്നെ ഇപ്പം തന്നെ കാണാം. എന്നാൽ വീഡിയോ കോൾ വിളിക്ക്. അതുപോരാ, നേരിട്ട് കാണണം. എൻ്റെ പടച്ചോനെ, നിനക്ക് വട്ടാണോ? അങ്ങനെയൊക്കെ കൂട്ടിക്കോ. പക്ഷേ എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. എടാ, നീ ഇതെന്തറിഞ്ഞിട്ടാ? 2 ആൾ പൊക്കത്തിലുള്ള മതിലാണ്. അത് ചാടി താൻ എങ്ങനെ വരും? ആ താടകയെ വാതിക്കൽ തന്നെ നിൽപ്പുണ്ടാവും. അതൊന്നും നീ നോക്കണ്ട. നിനക്ക് പുറത്ത് ചാടാൻ പറ്റുമോ? ഹോസ്റ്റലിൻ്റെ കോമ്പൗണ്ടും അതിനപ്പുറവും പോകാൻ എൻ്റെ കയ്യും കാലും വരച്ചിട്ട് വയ്യ. അത് മതി, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. എൻ്റെ മെഹ്റു, ഇതൊക്കെ വേണോ? വേണം പെണ്ണേ. എനിക്ക് നിന്നെ കാണാതെ സഹിക്കാനാവില്ല. എടാ, നീ ഇതെന്തും ഭാവിച്ചാണ്? എനിക്ക് ആകെ ഒരു പേടി തോന്നുന്നുണ്ട് കേട്ടോ. നൂറ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി. മൊബൈലിൽ മെഹ്റുവിൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കാം. എങ്ങനെ റൂമിന് പുറത്തുനിന്ന് ഇറങ്ങും എന്നാലോചിച്ച് വട്ടായി. ഫോൺ പതിയെ സൈലൻ്റ് മോഡിലാക്കി. പതിയെ വന്ന് നോക്കിയപ്പോൾ വാർഡൻ തള്ളച്ചി നല്ല വായനയിലാണ്. അവരുടെ മുന്നിലൂടെ പുറത്തു കടക്കൽ അത്ര എളുപ്പമല്ല. അപ്സ്റ്റെയർ അകത്തുനിന്നും പൂട്ടിയതാണ്. അതുവഴി ബിൽഡിങ്ങിൻ്റെ മുകളിലെത്താം. അവിടുന്ന് പതിയെ സൈഡിലേക്ക് ചാടിയാൽ പപ്പായ ഉറയ്ക്കാൻ ചാരിയ ചെറിയ ഒരു ഏണി കിട്ടും. അതുവഴി താഴോട്ട് തിരിച്ച് ആ ഏണി മതിലിൽ ചാരിയ റോഡിലേക്ക്. ഏയ്, ഇപ്പോൾ അങ്ങനെ ചാടിപ്പോണ്ട. അവൻ്റെ ചങ്കൂറ്റൊന്ന് കാണണമല്ലോ. അവൻ്റെ മൂളിപ്പാട്ടും പാടിയുള്ള ബൈക്ക് യാത്ര ശരിക്കും കാതിലടിക്കുന്നുണ്ട്. മതിലിൻ്റെ അപ്പുറത്ത് ഒരു ബൈക്ക് വന്നു നിൽക്കുന്ന ശബ്ദം കേൾക്കാം. പതിയെ അത് ഓഫായി. ഫോൺ കട്ടായി നിശബ്ദമായി. ബിൽഡിങ്ങിന് മുകളിൽ അവൾ അവനായി കാത്തു നിൽക്കുകയായിരുന്നു. മഞ്ഞിന് എന്തെന്നില്ലാത്ത സൗന്ദര്യം. തണുപ്പ് തുടങ്ങിയാൽ പുതപ്പിനടിയിൽ നിന്നും എഴുന്നേൽക്കാത്ത ആളാണ്. ഇതിപ്പോൾ തണുപ്പും മഞ്ഞും ഒന്നും തന്നെ ബാധിക്കാത്ത പോലെ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏണി വഴി പതിയെ മെഹ്റു കയറി വരുന്നു. ശരിക്കും ഞെട്ടിപ്പോയി. അല്ല സഖാവേ, ഈ മതിൽ ചാടി എങ്ങനെ ഇവിടെ എത്തി? പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ബാരിക്കേഡുകൾ തകർത്ത് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കയറുന്നു. പിന്നെയാണോ നിൻ്റെ ഈ മതിൽ? ഇതൊരു സമരമല്ല സഖാവേ, ജീവിതമാണ്. അതറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഈ രാത്രി ഇങ്ങോട്ടേക്ക് വന്നത്. ആ മോനെ, ഒന്ന് കാണണമെന്നാണ് പറഞ്ഞത്. കണ്ടല്ലോ, ഇനി സ്ഥലം വിട്ടോ. നൂറുവും മെഹ്റുവും തമ്മിലുള്ള ആദ്യത്തെ സംഗമം ഒരിക്കലും മറക്കാൻ കഴിയാത്ത പോലെ ഒന്നാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പെണ്ണെ. അയ്യടാ, ഈ മതിൽ ചാട്ടം ഉണ്ടല്ലോ, അത് തന്നെ ഓർക്കാൻ ധാരാളമാണ് സഖാവേ. മെഹ്റു നൂറയ്ക്കരികിലേക്ക് ചേർന്നു. എടോ,
ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ദിവസങ്ങളിൽ ഒന്നാണിന്ന്. ദിവസങ്ങളിൽ ഒന്ന് മാത്രമേ ഉള്ളൂ? അങ്ങനെയല്ല, ഓർക്കാൻ ഇഷ്ടമുള്ള, ഓർക്കുമ്പോൾ കുളിര് കോരുന്ന ഓർമ്മകൾ. എടോ, നമുക്കെന്താണ് നമ്മുടെ കലാലയത്തിൽ ചെയ്യാൻ പറ്റുക? താഴേക്ക് കാലിട്ട് നൂറ ടെറസിലിരുന്നു. തൊട്ടൊരുമി മെഹ്റു അവളോട് ചേർന്നിരുന്നു. മെഹ്റു, സംവാദങ്ങൾ നടക്കണം, സെമിനാറുകൾ നടത്തണം, ക്യാമ്പസിലെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന വിദഗ്ധരെ കൊണ്ടുവരണം. അവിടെ രാഷ്ട്രീയം എന്നതിലുപരി നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി തലമുറ എന്ന രീതിയിൽ ക്ലാസ്സുകൾ നടക്കണം. രാഷ്ട്രീയ കൊലപാതകത്തിൽ തമ്മിത്തല്ലി VC-മാരുടെ തലയിൽ കരിയോയിൽ വെച്ചതിൻ്റെ പേരിൽ അധ്യാപകരെ റൂമിലും പൂട്ടിയിട്ട് അങ്ങനെയല്ല നമ്മുടെ കോളേജുകൾ അറിയപ്പെടേണ്ടത്. തനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ കഴിയുമോ നൂറ? തൻ്റെ കൂടെ എനിക്ക് നിൽക്കാൻ കഴിയുന്നത് കൊണ്ടാണല്ലോ ഈ മഞ്ഞും തണുപ്പും കൊണ്ട് ഈ സഖാവിനെ ചേർന്ന് ഞാനിങ്ങനെ ഇരിക്കുന്നത്. മെഹ്റു നൂറയെ ചേർത്ത് പിടിച്ചു. ഒരുപാട് ഇഷ്ടമാണ് നിന്നെ എനിക്ക്. ഒരുപാട് കുറവുകളുള്ള പെണ്ണാണ് ഞാൻ. ശരിക്കും കുറവുകൾ മാത്രം. ആരുമില്ല എന്നാൽ എല്ലാവരും ഉണ്ട്. ചിലപ്പോഴൊക്കെ ഇരുന്ന് സങ്കടപ്പെടാറുണ്ട്. ആരെങ്കിലും കുറച്ച് സ്നേഹം വെച്ച് നീട്ടിയാൽ അതുകൊണ്ട് ആർത്തിയോടെ സ്നേഹിച്ചു പോകും. അതുകൊണ്ട് പറ്റിക്കരുത്. ആ പറ്റിക്കൽ എനിക്ക് താങ്ങാനാവില്ല മെഹ്റു. എന്താണോ ഇതൊക്കെ? അവൻ അവളുടെ തോളോട് ചേർന്നിരുന്നു. അവളെ അവൻ പതിയെ തലോടി. മുടിയിഴകളിലൂടെ അവൻ്റെ വിരലുകൾ ഇഴഞ്ഞു നടന്നു. അവൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് വയ്ക്കുമ്പോൾ ഒരു സമാധാനം. തൻ്റെ സ്വന്തം എന്ന് പറയാൻ, ജീവിതത്തിൽ മുഴുവൻ ചേർത്ത് നിർത്താൻ അവനോട് ചേർന്നിരിക്കുമ്പോൾ തണുപ്പില്ല, മഞ്ഞുമില്ല. എല്ലാത്തിനും മുകളിൽ അവനും അവളും മാത്രം. ചുണ്ടുകൾക്ക് മുകളിൽ വിരലുകൾ ഇഴഞ്ഞു നടക്കുമ്പോൾ അവൾ മെഹ്റുവിനെ ഒന്ന് ചേർത്ത് പിടിച്ചു. മെഹ്റു, എന്താണ് മാഷേ? നീ എൻ്റേത് മാത്രമല്ലേ? ഞാൻ നിൻ്റെയും, നീ എൻ്റെയും. മെഹ്റുവിൻ്റെ ഫോൺ ചെറുതായി ഒന്ന് വിറച്ചു. അവൻ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. അപ്പുറത്തു നിന്നും ഉമ്മയാണ്. നീ എവിടെ? ഞാനൊന്ന് പുറത്തു വന്നതാണുമ്മ. എന്താണമ്മ? എടാ, അവൾ ഭയങ്കര കരച്ചിലാണ്. അവനുമായി എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അവൻ ഇറങ്ങിപ്പോയി. ശരിയമ്മ, ഞാൻ വരാം. മെഹ്റു ഫോൺ കട്ട് ചെയ്തു. എന്താണ് മെഹ്റു? അളിയനും പെങ്ങളും തമ്മിലുള്ള ഒരു ഇഷ്യൂ. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായി, പക്ഷെ കുട്ടികളില്ല. അതിൻ്റെ പേരിൽ അവരെന്നും വഴക്കാണിപ്പോൾ. അവൾ ഭയങ്കര കരച്ചിലാണ്. അളിയൻ എങ്ങോട്ടോ ഇറങ്ങിപ്പോയത്രേ. ഞാൻ പോട്ടെ പെണ്ണേ. പോണോ? നിനക്ക് കുറച്ചു നേരം കൂടി ഇരുന്നൂടെ എൻ്റെ അടുത്ത്? നിന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തിപ്പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല പെണ്ണേ, പക്ഷേ സാഹചര്യം കൂടി നോക്കണ്ടേ? ഞാൻ പോയിട്ട് നോക്കട്ടെ, ഇനിയും എനിക്ക് വരാലോ. അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മാറാൻ കൂട്ടാക്കിയില്ല. നിന്റെ നെഞ്ച് എനിക്ക് വല്ലാത്തൊരു സാന്ത്വനമാണ് സഖാവേ. ആരോരുമില്ലാത്തവൾക്ക് എല്ലാവരും ഉണ്ടെന്ന് തോന്നിപ്പിച്ച നിന്റെ ഹൃദയമിടിപ്പ്. നക്ഷത്രങ്ങൾ വിരിയുന്ന രാവിൽ നിന്നോടൊപ്പം ഇങ്ങനെ ഇരിക്കാൻ വല്ലാത്തൊരു കൊതി തന്നെ. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ മുടിയിഴകളിലെ അമല ഹെയർ ഓയിലിൻ്റെ മത്ത് പിടിപ്പിക്കുന്ന ഗന്ധം മൂക്കിൽ അടിച്ചു കയറി. അവളുടെ കഴുത്തിലൂടെ അവൻ്റെ ചെറുചൂടുള്ള ചുണ്ടുകൾ ഇഴഞ്ഞു നടന്നു. പതിയെ അവയുടെ കിതപ്പുകൾ ചുണ്ടിൽ വന്നു നിന്നു. അവളവനെ തള്ളിമാറ്റി. ബൈ, പോയിട്ട് വാ മെഹ്റു. ശരി പെണ്ണെ. അവളോട് യാത്ര പറഞ്ഞ് അവൻ ഇരുളിൽ മറഞ്ഞു. അവൻ പോയതിൽ പിന്നെ വല്ലാത്തൊരു ഏകാന്തത. തിരിച്ചു റൂമിലെത്തി. ശരീരം മുഴുവൻ മെഹ്റുവിൻ്റെ സാമീപ്യം കൊതിച്ചിരുന്നതുപോലെ. ഹൃദയത്തിൽ ഒരു മഞ്ഞു വീണ പോലെ. അല്ല, തോന്നലുകളല്ല, മഞ്ഞു വീഴ്ച തന്നെ. വാട്സപ്പിൽ മെഹ്റുവിനായി അവൾ കുറിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവനെ, നിനക്ക് 1000 നന്ദി. വറ്റി വരണ്ടുപോയ എൻ്റെ ഹൃദയത്തിനെയും ശരീരത്തിനെയും സ്നേഹം കൊണ്ട് നനയിച്ചതിനും തളിർക്കാനും പൂക്കാനും പഠിപ്പിച്ചതിനും. നിന്നോടൊപ്പമുള്ള ഒരു പൂക്കാലമാണ് എൻ്റെ സ്വപ്നം. മെഹ്റു വീട്ടിലെത്തിയപ്പോൾ വീട്ടുപടിക്കൽ എല്ലാവരും ഉണ്ടായിരുന്നു. നീ ഈ രാത്രിയിൽ എങ്ങോട്ടാണ് പോയത്? ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതമ്മ. ഓ, പകലുള്ള പ്രവർത്തനം കൂടാതെ ഇനി രാത്രിയും പ്രവർത്തനം വേണം എന്നാണോ എൻ്റെ മോന്? അമ്മ, അത് ഇവിടുത്തെ പൂലുകൾ എന്തെങ്കിലും ഒന്ന് അറിയുന്നുണ്ടോ നീ? ഒരു വശത്ത് അവളുടെ ചാകാൻ പോക്ക്, മറുവശത്ത് അവൻ്റെ ഇറങ്ങിപ്പോക്ക്. അതിന് എനിക്കെന്താ ചെയ്യാൻ കഴിയുമ്മ? നിനക്ക് അവൻ്റെ കൂടെ കുറച്ചു നേരം ഒന്ന് ചിലവഴിച്ചൂടെ? അവളെ ഒന്ന് സമാധാനിപ്പിച്ചൂടെ? ഇപ്പോൾ അവൻ എവിടെ പോയി എന്ന് പോലും അറിയാതെ എങ്ങനെ ഒന്ന് ഉറങ്ങും? നീ പോയി ഒന്ന് നോക്കിയേ. മെഹ്റു ബൈക്കുമായി അളിയനെ തപ്പിയിറങ്ങി.
മെഹ്റു എങ്ങോട്ടൊന്നില്ലാത്ത യാത്രയായിരുന്നു. കുറേ അലഞ്ഞു. പാടത്തും പറമ്പിലും ഒക്കെയുള്ള തിരച്ചിൽ. വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നുമില്ല. അളിയൻ ആളൊരു പാവാണ്. പെട്ടെന്ന് ചൂടാവുകയും അതുപോലെ തണുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഈയിടെയായി കുറേ പ്രശ്നങ്ങളാണ്. എല്ലാവരുടെയും ചോദ്യങ്ങൾ കേട്ട് മടുത്തിട്ടുണ്ടാവും. ഡോക്ടറെ കണ്ടപ്പോൾ സുറുമിക്കാണ് പ്രശ്നം. അളിയന് ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കപ്പെടാവുന്നതാണ്. ശരിക്കും അടുത്തു തുടങ്ങിയ പോലെ എങ്ങോട്ടാണ് ഈ ഓട്ടം എന്ന് മനസ്സിലാവുന്നില്ല. റോഡിലൂടെ ഒരു കള്ളി വരയും ഷർട്ടിട്ട ആൾ നടന്നു പോകുന്നത് കണ്ടു. പതിയെ വണ്ടി നിർത്തി. അളിയനാണ്. എൻ്റെ പൊന്നളിയാ, ഇതെന്തൊരു പോക്കാണ്. എവിടെയൊക്കെ തപ്പിയെന്നറിയോ? എന്താടാ മേറു, മനസ്സിനൊരു സുഖമില്ലടാ. വീട്ടിൽ വന്നു കഴിയുമ്പോൾ അതിലും വലിയ പ്രശ്നങ്ങൾ. ആ അളിയൻ വണ്ടിക്കാർ, എല്ലാത്തിനും പരിഹാരമുണ്ടല്ലോ. എന്തിനാ പരിഹാരമില്ലാത്തത്? വേണ്ടടോ, ഞാൻ കുറച്ച് ഒറ്റയ്ക്ക് നടക്കട്ടെ. ഇതേ മനുഷ്യ, പിള്ള കളിക്കല്ലേ. നട്ടപ്പാതിരാക്കിയാണല്ലോ ഒറ്റയ്ക്ക് നടക്കാൻ പോകുന്നത്. അളിയൻ വണ്ടിയിൽ കയറി. എടാ, നമുക്ക് നേരെ വീട്ടിൽ പോകണ്ട, വേറെ എങ്ങോട്ടെങ്കിലും പോകണം, ഒന്ന് മൈൻഡ് ഫ്രീ ആവാൻ. ആയിക്കോട്ടെ, അളിയൻ്റെ ഇഷ്ടം പോലെയല്ലേ കാര്യങ്ങൾ. മെഹ്റു ഫോണെടുത്ത് ഉമ്മയെ വിളിച്ചു. അപ്പുറത്തുനിന്നും ഉമ്മയുടെ ചിലമ്പിച്ച ശബ്ദം കേൾക്കാം. ഉമ്മ, അളിയൻ്റെ കൂടെ ഉണ്ട്, ബേജാറാവുണ്ട് കേട്ടോ. നിങ്ങളിങ്ങോട്ട് വരികയല്ലേ? നിങ്ങൾ കിടന്നോളി, ഞങ്ങൾ വരാൻ കുറച്ച് താമസിക്കും. പെട്ടെന്ന് സുറുമി ഫോൺ വാങ്ങി. മെഹ്റു, അളിയനെ കൊടുക്ക്. അവളുടെ കരച്ചിൽ നിറഞ്ഞ സംസാരം. അളിയന് ഫോൺ കൊടുത്തപ്പോൾ അളിയൻ്റെ കണ്ണുകളും നിറയുന്നത് കണ്ടു. നീ എന്തിനാ പെണ്ണെ കരയുന്നത്? ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നില്ല എങ്കിലും വെറുതെ സംസാരമാവും, അതുകൊണ്ടല്ലേ. സാരില്ലക്ക, നിങ്ങൾ വാ, നീ കിടന്നോ, ഞങ്ങൾ വരിക. മെഹ്റു അളിയനും കടൽക്കരയിൽ അങ്ങനെ ഇരുന്നു. നല്ല തണുത്ത കാറ്റ് അവരെ തഴുകി കടന്നുപോയി. അളിയ, നല്ലൊരു ഡോക്ടറെ കാണിച്ചൂടെ? എടാ, ഇനി ഏതാണ് നല്ല ഡോക്ടർ? ഇവിടുത്തെ എല്ലാ ഡോക്ടർമാരെയും കാണിച്ചില്ലേ? എല്ലാം സഹിക്കാം. മെഹ്റു, ഓഫീസിൽ നിന്നുള്ള കുത്തുവാക്കുകൾ പോലുള്ള അവരുടെ സദസ്സുകളിലെ ചില തമാശകളുണ്ട്, അത് സഹിക്കാനാവില്ലടോ. ഇനി എന്താണ് അളിയ ഒരു വഴി? നേർച്ചകൾ ചെയ്ത് ഉരുളി കമിഴ്ത്തി വഴിപാടുകൾക്ക് കയ്യും കണക്കുമില്ല. ഇനി എങ്ങോട്ടാണ് എന്നൊന്നും എനിക്കറിയില്ല മെഹ്റു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കുട്ടിയെ ദത്തെടുത്തൂടെ അളിയ? നല്ല കഥയായി മെഹ്റു. അങ്ങനെ അത്രയ്ക്കും ചെറിയ കുട്ടി എവിടുന്ന് കിട്ടും? അത് മാത്രമല്ല, എന്തൊക്കെ ഫോർമാലിറ്റീസ് നോക്കണം. കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള ബാങ്ക് ബാലൻസ് വരെ ഇപ്പോൾ കാണിക്കണം. അതൊന്നും എനിക്കറിയില്ല അളിയ. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ ഫോർമാലിറ്റീസ് എന്ത് തന്നെയാണെങ്കിലും ഞാൻ നോക്കാം. എടാ, എന്തായാലും സുറുമിയോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ. ആയിക്കോട്ടെ അളിയ, നമുക്ക് ആ വഴി വേണമെങ്കിൽ അങ്ങനെ തന്നെ നോക്കാം. അതൊക്കെ ഇരിക്കട്ടെ, എന്താണ് നിൻ്റെ ഭാവി പരിപാടി? ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അത് ഞങ്ങൾ കണ്ടുപിടിക്കണോ? അളിയ, ഉള്ളത് പറയാലോ, ഒരാളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. ആഹാ, അത് ശരി. കൊച്ചു കള്ള. ആരാടാ ആള്? കുറച്ച് ദൂരെയാണ്. എൻ്റെ ജൂനിയറാണ്, നൂറ എന്നാണ് പേര്. അപ്പം ഞങ്ങൾ എപ്പോഴാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്? ഹേയ്, അതിനൊന്നും ആയിട്ടില്ല. മുട്ടിട്ടിട്ടേ ഉള്ളൂ, വിരിഞ്ഞു തുടങ്ങിയിട്ടില്ല. പിന്നെ ഞാനും അവളും ഒന്ന് കോഴ്സ് കഴിയട്ടെ, എന്നിട്ടാവാം. അടിപൊളി, നന്നായി ആഘോഷിക്കണം. ഇതൊക്കെ ഇപ്പോഴേ നടക്കൂ. സത്യമാണ് അളിയ. ആ പോട്ടെ, ഈ കൃഷിയൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇല്ല, ഇന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. രണ്ടാൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അങ്ങനെയും പറയാം. എടാ മെഹ്റു, ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു സമാധാനമാണല്ലേ? അതേ അളിയ, തണുത്ത കാറ്റും ഇടയ്ക്കിടയ്ക്ക് ഓടിയെത്തുന്ന തിരയും ഒരു രക്ഷയില്ലാത്ത പോലെ. കലുഷിതമായ എന്തും ഇവിടെ നിന്നും തണുത്ത് സമാധാനമാവും. നമുക്ക് തിരിച്ചു പോയാലോ മെഹ്റു? തിരിച്ച് അവർ വീട്ടിലെത്തിയപ്പോഴും വഴിയിൽ നോക്കി സുറുമിയും ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ അവർക്കരികിലേക്ക് അവൾ ഓടിയെച്ചെന്നു. റഫീഖ് അളിയൻ സുറുമിയെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മെഹ്റു അതൊന്നും കാണാൻ നിന്നില്ല. അല്ലെങ്കിലും അവരുടെ സ്വർഗത്തിൽ എന്തിന് കട്ടുറുമ്പാവണം? ബെഡ്റൂമിൽ റഫീഖിൻ്റെ നെഞ്ചിനോട് ചേർത്ത് കിടക്കുമ്പോൾ സുറുമി വിതുമ്പുന്നുണ്ടായിരുന്നു. ക്ഷമിക്കും മാഷേ, ഞാൻ അപ്പോഴത്തെ ഒരു ചൂടിൽ. അതൊന്നും സാറില്ലേക്കാ, ഞാൻ കാരണം നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയായില്ലേ? പടച്ചോൻ തന്ന ഭാഗ്യമല്ലേ പെണ്ണെ നീ. കുട്ടികളെ പടച്ചോൻ തരാതിരുന്നതിലും എന്തേലും കാരണങ്ങളുണ്ടാവും. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. ഇക്ക കൂടെ ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ വേറെ എന്തു വേണം എനിക്ക്? നാളെ നമുക്കൊരു ഡോക്ടറെ ഒന്ന് പോയി കാണാം സുറുമി. പോകാം ഇക്ക. പടച്ചോൻ നമ്മളെ അങ്ങനെ കൈവിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അവളെ മാറോട് ചേർത്ത് പിടിച്ച് റഫീഖ് ദീർഘനിശ്വാസം എടുത്തു. എടി, വേറെ ഒരു വിശേഷമുണ്ട് കേട്ടോ. നീ ഇത് ചാടിക്കേറി അവനോട് ചോദിക്കാനൊന്നും പോകണ്ട. നമ്മുടെ മെഹ്റു ഒരാളുമായി ഇഷ്ടത്തിലാണ്. ആരായിക്കാ കക്ഷി? കാണാൻ കൊള്ളാവുന്ന വല്ലതും ആണോ? അതൊന്നും എനിക്കറിയില്ല, പക്ഷെ തുടങ്ങിയിട്ടേ ഉള്ളൂ. നാളെ ചോദിക്കണമല്ലോ. ഏയ് വേണ്ടടോ, അവരങ്ങനെ പ്രണയിക്കട്ടെ. നമുക്കിടപെടാനുള്ള സമയമൊന്നും ആയിട്ടില്ല. സുറുമി റഫീഖിൻ്റെ നെഞ്ചോട് ഒട്ടിക്കിടക്കുമ്പോൾ ഒന്ന് ചിരിച്ചു. എന്താടി ഒരു കള്ളച്ചിരി? ഇക്കാ, ഈ പിണക്കം കഴിഞ്ഞുള്ള ഇണക്കം അതിനൊരു പ്രത്യേക സുഗന്ധാണ്. അയ്യടാ. അയാൾ അവളുടെ കവിളിൽ ഒന്ന് പിടിച്ചു, നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. മെഹ്റുവിൻ്റെ മുറിയിലെ അരണ്ട വെളിച്ചം, പുതപ്പിനുള്ളിൽ നിന്നും പുറത്തേക്ക് പടർന്നിറങ്ങിയ അരണ്ട വെളിച്ചം. വാട്സപ്പിൽ രണ്ടുപേരും മത്സരിച്ച് മെസ്സേജ് അയക്കുകയാണ്. പ്രണയത്തിൻ്റെ തോണിയിലേറിയുള്ള അവരുടെ യാത്ര. പ്രണയമധുരം നുണയാൻ പരസ്പരം മത്സരിച്ചുള്ള ഒരു തുഴയിൽ. നൂറ, എന്താടാ ചക്ക, നീ എനിക്ക് മാത്രമായി ജനിച്ചവളാണ്. വേറെ ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല കേട്ടോ. എടാ, അത്ത ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ, കട്ട പാർട്ടിക്കാരനും. ഇത് നടക്കുമോ മെഹ്റു? നടക്കണം പെണ്ണേ. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. നിന്റെ സപ്പോർട്ട് മാത്രം മതി എനിക്ക്. അതുണ്ടാവൂടാ. പക്ഷെ ഉമ്മാനെയും അത്തനെയും വെറുപ്പിച്ച് ഒരു ഇറങ്ങി വരുത്തും അവരെ വേദനിപ്പിക്കലും ഒന്നും എനിക്ക് പറ്റില്ല. ആരും ഇല്ലാത്ത എന്നെ അനാഥാലയത്തിൽ നിന്നും ദത്തെടുത്ത് വളർത്തിയതും സ്നേഹിച്ചതും ഒക്കെ അവരാണ്. ഇതുവരെ എന്നോട് ഒരു സ്നേഹക്കുറവും കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടോ മാഷെ നിനക്ക്? ഉണ്ട് മെഹ്റു. അതുകൂടി തന്നോട് പറയണം എന്ന് കരുതിയതാണ്. തന്നോട് ഞാൻ സൂചിപ്പിച്ചിരുന്നോ എന്നെനിക്കൊരു സംശയമുണ്ട്. എന്നോട് താൻ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഉണ്ടായിരുന്ന സ്നേഹത്തിൻ്റെ തീവ്രത കുറച്ചുകൂടി കൂടി ഇപ്പോൾ. എന്നെ മാത്രം, എൻ്റെ ലോകത്തിൽ മാത്രം ജീവിക്കാൻ നിനക്ക് കഴിയും നൂറ. എന്താണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല മെഹ്റു. തൻ്റെ മാത്രമായ ഒരു ലോകത്തിലേക്ക് ഞാൻ ചുരുങ്ങിയതുപോലെ, തൻ്റേത് മാത്രമായി ഞാൻ മാറിയതുപോലെ. താൻ എന്നെ കാണാൻ വരുന്നുവെന്ന് പറഞ്ഞപ്പോൾ ആ രാത്രിയിൽ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് പോലെ. നീ അരികിലെത്തിയപ്പോൾ ഞാൻ കൊതിച്ചിരുന്ന ലോകം നീയാണ് എന്നൊക്കെ തോന്നുകയാണ്. ഒരിക്കലും നിനക്ക് എന്നെ വേണ്ട എന്ന് തോന്നിയാൽ അങ്ങനെ അതെന്നോട് പറയണ്ട. അങ്ങ് ഒറ്റയ്ക്കാക്കി പോയാൽ മതി. നിന്റെ ഓർമ്മകളിൽ നീ വരുമെന്ന് ഓർത്ത് ജീവിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഹേയ്, നീ എന്തൊക്കെയാണോടോ പറയുന്നത്? ഞാൻ കണ്ട പച്ചപ്പതാകയുടെ പവറൊന്നും ഇപ്പോൾ കാണാനില്ലല്ലോ മാഷേ നിനക്ക്. അതങ്ങനെയല്ലേ മെഹ്റു? ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെയായി മാറും. മെഹ്റു, ഞാനിങ്ങനെ ഉറങ്ങാതിരുന്ന ആരോടും ചാറ്റ് ചെയ്തിട്ടില്ല, ആരോടും സംസാരിച്ചിട്ടില്ല. എനിക്ക് ആരും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. 2 വർഷം നീ ആ കോളേജിലുണ്ടായിട്ടും ഞാൻ നിന്നെ കണ്ടിട്ടില്ല പെണ്ണെ. അതാണ് എനിക്ക് അത്ഭുതം. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സഖാവിനെ. ഹൃദയത്തോട് ചേർത്ത് വെച്ച പോലെ ആരാധനയോടെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ലായിരുന്നു. വേനലിലും വെയിലിലും പൂത്തു നിൽക്കുന്ന വാഗമരത്തിന് ചുവട്ടിൽ മുഷ്ടി ചുരുട്ടിയ എൻ്റെ സഖാവിന് ഞാൻ കലാലയത്തിൻ്റെ ഓർമ്മകളിൽ സ്ഥാനം കൊടുത്തിരുന്നു. അറിഞ്ഞിട്ടില്ല പെണ്ണെ. ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലൊരു പ്രണയകാലം നഷ്ടമാവില്ലായിരുന്നു. അതിനിപ്പോൾ നാളെ നമ്മൾ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ആ എടോ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അളിയനോട് ഈ കാര്യം പറഞ്ഞു കേട്ടോ. എൻ്റെ പടച്ചറബേ. എന്നിട്ടോ? മൂപ്പര് ചോദിക്കാം എപ്പോഴാണ് നമ്മളവളെ വീട്ടിൽ പോകേണ്ടതെന്ന്. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? അയ്യോ ഇപ്പം വേണ്ട, നമ്മുടെ ഡിഗ്രി കഴിയട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു മേറു, എനിക്കിതൊന്നും വീട്ടിൽ പറഞ്ഞ് അവരെ ട്രാക്കിൽ കയറ്റാനുള്ള സമയമെങ്കിലും തരണം കേട്ടോ. അതൊക്കെ കിട്ടും മാഷേ, താൻ പേടിക്കണ്ട. എടോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? ചോദിക്കടോ. എന്താണ് നൂറ തനിക്ക് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അതെ മെഹ്റു, തൻ്റെ പെങ്ങളുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം? അവർക്ക് നല്ലൊരു ഡോക്ടറുടെ കൺസൾട്ട് എടുക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? എടോ, പറയാഞ്ഞിട്ടോ അവർ പോവാഞ്ഞിട്ടോ അല്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്? അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്രയും മാഷേ? 7-8 വർഷമായി നൂറ. എന്തൊക്കെ ചെയ്തു എന്നറിയാതെ എനിക്ക്. സുറുമി ഇപ്പോൾ ഒരു പരിപാടിക്കും പോകാറില്ല. ഇനി അഥവാ പോയാൽ തന്നെ തിരിച്ചു വന്ന കരച്ചിലും ബഹളവും ഒക്കെയാവും. മെഹ്റു,
ശരിക്കും ഇതൊരു വലിയ മാനസിക പ്രശ്നമാണ്. എല്ലാവരുടെയും നോട്ടവും കമൻറ്റും എല്ലാം കൊണ്ടും ഭ്രാന്ത് പിടിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആണോടോ, ഈയിടയ്ക്ക് അടുത്ത വീട്ടിലെ കുട്ടിയെ കാണാൻ അവൾ പോയത്രേ. അവർ കുഞ്ഞിനെ അവർക്ക് കാണിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ സ്ത്രീ അവൾ മച്ചിയാണ് എന്ന് പറഞ്ഞത്രേ. അയ്യോ, എന്നിട്ടെന്താണ് മാഷേ? അവൾ ആകെ ഡൗണായി എന്ന് മാത്രമല്ല, ഒരു അപസ്മാരം പോലെ. പിന്നീട് അങ്ങോട്ടേക്ക് അവളുടെ ജീവിതത്തിലേക്ക് കിട്ടാനുള്ള ഒരു നെട്ടോട്ടമായിരുന്നു. പാവം മെഹ്റു. വെറുതെ ഇരുന്ന് ചിലപ്പോൾ സംസാരിക്കും. പട്ടിയും പൂച്ചയും പറവയും ഒക്കെ അവൾക്ക് മക്കളാണ്. വീട്ടിലെ ലവ് ബേർഡ്സിന് പോലും അവൾ ഓരോന്നിനും ഓരോ പേരിട്ടിട്ടുണ്ട്. ഇതിന് പരിഹാരം വേണ്ട മെഹ്റു. ഞാൻ അളിയനോട് ഈ കാര്യം സംസാരിച്ചിരുന്നു. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക. എന്നിട്ടോ ഡോക്ടറെ കാണണം. ഇനി അവർക്ക് രണ്ടുപേർക്കും കുഞ്ഞുണ്ടാവാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പിന്നെ ഒരു സങ്കീർണം ഉണ്ടാവില്ല. താൻ വലിയ ഭാഗ്യവാനാണ് മെഹ്റു. തൻ്റെ കഥ കേൾക്കുമ്പോൾ എനിക്കതാണ് തോന്നുന്നത്. അടിപൊളി. അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? ജോലിയില്ലാത്തവൻ്റെ മോഹമാണ് വിഷമം നിറഞ്ഞ ജോലി. സ്നേഹിക്കാനും വിഷമങ്ങൾ പങ്കുവയ്ക്കാനും ആരുമില്ലാത്തവൻ്റെ മോഹമാണ് ചുറ്റിലും ആളുകളുള്ളവർ. തനിക്കെന്നും പ്രശ്നങ്ങളല്ലേ? അതൊരു ഭാഗ്യമാണ് മാഷെ. ഊവ്, അനുഭവിക്കണം. മെഹ്റു, മോനെ ഉറങ്ങണ്ടേ? നാളെ ക്ലാസ്സിലിരുന്ന് ഉറങ്ങേണ്ടി വരും. അതെ എടി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താടാ? ചോദിക്ക്. നാളെ നിനക്ക് സാരി എടുത്ത് വരാൻ പറ്റുമോ? അയ്യടാ, അതൊരു വല്ലാത്ത മോഹമായിപ്പോയല്ലോ. സാരി മാത്രമുള്ളോ അതോ ഇങ്ങനത്തെ വേറെന്തെങ്കിലും മോഹങ്ങളുണ്ടോ സാറിന്? വേറെന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ കറുത്ത ജിമിക്കിയും കരിവളയും ഒക്കെ ഉണ്ടായാൽ അടിപൊളിയായി. എൻ്റെ പൊന്നുയക്ക, വേറെന്തേലും നോക്കിക്കോ. എനിക്ക് സാരി ഉടുക്കാൻ തന്നെ അറിയില്ല. അതെങ്ങാനും വഴിയിൽ ഊരിപ്പോയാലുണ്ടല്ലോ പരിപാടി ഗംഭീരമാവും. എന്താടി, നിന്നെ അങ്ങനെ കാണാനുള്ള കൊതിയുണ്ടല്ലോ മാഷേ. സമയമുണ്ടല്ലോ ചെക്ക, ഇങ്ങനെ ധൃതി പിടിക്കാതെ നമുക്കെന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാക്കാം. അപ്പോൾ ശരി, ഉറങ്ങിക്കാം മോളെ. മെഹ്റു ഫോൺ വച്ചപ്പോൾ മുതൽ നൂറയ്ക്ക് ഭയങ്കര ഒറ്റപ്പെടൽ പോലെയായിരുന്നു. അവനില്ലാതെ ഒരു ശ്വാസത്തിൽ പോലും പറ്റില്ല എന്ന പോലെ. അവൻ്റെ ഫോട്ടോ ഒന്ന് വലുതാക്കി കവിളിൽ ചുംബിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ അവൻ കൂടെയുള്ളതുപോലെ. ജനൽ തുറന്നിട്ട് ഒരു തണുത്ത കാറ്റായി സുഗന്ധമായി എൻ്റെ ഗന്ധർവൻ ഇങ്ങ് വന്നാലോ? അവൻ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ ഉറങ്ങും? എന്താണ് സംഭവിക്കുന്നത് എന്ന് നൂറയ്ക്ക് അറിയില്ലായിരുന്നു. മെഹ്റുവിൻ്റെ ഒട്ടും വിപരീതമല്ലായിരുന്നു അവസ്ഥ. വല്ലാത്ത ഒരു ഒറ്റപ്പെടൽ പോലെ. അവൾ ഉള്ളപ്പോൾ മനസ്സാകെ ശാന്താണ്. തനിക്കായി മാത്രം ജനിച്ചതുപോലെ. തൻ്റെ നേർപ്പാതി. സ്വപ്നങ്ങൾക്ക് കൂട്ടായി പിറന്നവൾ. അവൾക്കായി ബെഡിൽ അവൻ സ്ഥലം ഒഴിച്ചിട്ടു. തൻ്റെ കയ്യിൽ തലവെച്ച് നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന അവളെ അവൻ സങ്കല്പിച്ചു. രോമാവൃതമായ നെഞ്ചിൽ അവൾ മുഖമൊളിപ്പിക്കുന്നത് പോലെ ചിന്തിച്ചപ്പോൾ തന്നെ ശരീരത്തിലേക്ക് ഒരു വിറയൽ പടർന്നു. പടച്ചോനെ, അവൾ എനിക്കുള്ളതല്ലേ? അവളില്ലാതെ എനിക്കാവില്ല റബ്ബേ. മെഹ്റു നെഞ്ചുരുകി ദുആ ചെയ്യുമായിരുന്നു. മനസ്സിലെന്നോ അവൾ മെഹ്റുവിൻ്റേതായി കഴിഞ്ഞിരുന്നു. ബീച്ചിലെ ഹോസ്പിറ്റലിൽ ഡോക്ടർ സാന്ദ്രയെ കാണാൻ രാവിലെ തന്നെ റഫീഖും സുറുമയും എത്തിയിരുന്നു. ഒത്തിരി ആളുകൾ ഡോക്ടറെ കാണാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഗർഭിണികളും അല്ലാത്തവരും. അങ്ങനെ ഗർഭിണികളല്ലാത്ത ചിലരുടെയൊക്കെ മുഖങ്ങൾ വല്ലാത്ത ദുഃഖം നഴുകിച്ചിരുന്നു. കാത്തിരിപ്പുകൾക്കിടയിൽ റഫീഖും സുറുമയും ഡോക്ടറുടെ മുറിയിലെത്തി. എന്ത് പറ്റി? ഡോക്ടർ ചോദിച്ചു. ഡോക്ടർ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. ഞങ്ങൾക്കിതുവരെ കുഞ്ഞുങ്ങളൊന്നുമില്ല. നിങ്ങൾ ഗൾഫിലായിരുന്നോ? അല്ല ഡോക്ടർ. പിന്നെ എന്താണ് നിങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഇത്ര താമസിച്ചത്? ആദ്യത്തെ 2 വർഷം ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ടെന്നായിരുന്നു തീരുമാനം. പിന്നെ ഞങ്ങൾക്ക് വേണമെന്ന് തോന്നിയപ്പോൾ പിന്നെ ഇങ്ങനെ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു. പക്ഷേ പറഞ്ഞു നിർത്തിയപ്പോൾ സുറുമിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്തായാലും നിങ്ങൾ വിഷമിക്കണ്ട, എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവുന്നേ. നിങ്ങളുടെ 2 പേരുടെയും കൗണ്ട് പരിശോധിക്കുകയാണ് ആദ്യം വേണ്ടത്. പിന്നെ അതിനുശേഷം ചികിത്സ. ഇപ്പോൾ ഒരുപാട് ചികിത്സാ രീതികളുണ്ട്. ഞാൻ കുറച്ച് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്നെ വന്നൊന്ന് കാണണം. ആയിക്കോട്ടെ ഡോക്ടർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അല്പം ആശങ്കയോട് കൂടിയിട്ടാണ് റഫീഖ് ചോദിച്ചത്. എന്താണ്? ചോദിക്ക്. മാഡം, നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാൻ കഴിയുമോ? ഒരു ഞെട്ടലോട് കൂടിയാണ് സുറുമീത് കേട്ടത്. ഡോക്ടർ അവരെ 2 പേരെയും ഒന്ന് നോക്കി. നിങ്ങൾ ഈ ടെസ്റ്റുകൾ ആദ്യം ചെയ്യണം.
എന്നിട്ട് ഞാൻ ബാക്കി പറയാം. മുറി വിട്ടിറങ്ങുമ്പോൾ സുറുമിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇക്ക, ഇങ്ങനൊരു ദത്തെടുക്കാനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് എന്നോട് കൂടി പറയാമായിരുന്നില്ലേ? എടോ, തൻ്റെ ഈ വിഷമങ്ങൾ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പോയതാണ്. എനിക്ക് മാത്രമേ വിഷമമുള്ളൂ, ഇക്കാക്കില്ലേ? ഇക്കാക്ക് ഈ ചികിത്സയിലൊന്നും വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല സുറുമി, നിനക്കറിയാലോ എത്ര ആശുപത്രിയിൽ നമ്മൾ പോയതാണ്. ഇക്ക, ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകും, നിങ്ങൾ നോക്കിക്കോളി. ഇൻഷാ അല്ലാഹ്, അതിനുവേണ്ടിയാണല്ലോ പെണ്ണെ നമ്മുടെ കാത്തിരിപ്പ്. കോളേജിലെ അതിർത്തിയിൽ തഴച്ചു വളർന്ന അക്വേഷ്യ മരങ്ങളും അതിൽ തലകീഴായി കിടക്കുന്ന വവ്വാലുകളും ഒരു പ്രത്യേക ഭംഗിയാണ്. ഒറ്റ നോട്ടത്തിൽ അക്വേഷ്യ മരത്തിൽ കായോ പൂവോ ആണെന്ന് തോന്നിപ്പോവും. മരത്തിൻ്റെ ചെരിഞ്ഞ കൊമ്പിൽ ചാരിയിരുന്ന് മെഹറുവും നൂറയും. എടോ, നമ്മുടെ പ്രണയം വേറൊരു ലെവലാണല്ലേ. അതെന്താ ഇപ്പം അങ്ങനെ പറയാൻ കാരണം? എടാ, നിനക്കങ്ങനെ പ്രത്യേകിച്ച് ആരും ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാനാണല്ലോ നിൻ്റെ ലോകം. അയ്യയുടെ മേവനെ മെഹ്റു, നീ ഇപ്പോൾ അങ്ങനെ ഒരു അനാഥയൊന്നും ആക്കണ്ട കേട്ടോ. എനിക്ക് അത്തയും അമ്മയും പിന്നെ അനുജനും ഒക്കെ ഉണ്ട് മോനെ. ഹേയ്, നിന്നെ ഞാൻ അനാഥമാക്കിയതൊന്നും അല്ല മാഷേ. ചില കാര്യത്തിൽ ഞാൻ വളരെ സ്വാർത്ഥനാണ്, പ്രത്യേകിച്ചും നിൻ്റെ ഇഷ്ടത്തിൻ്റെ കാര്യത്തിൽ. അതെന്താ മെഹ്റു നീ അങ്ങനെ പറഞ്ഞത്? നിന്റെ സ്നേഹം ആരും ഷെയർ ചെയ്തു പോകുന്നത് എനിക്കിഷ്ടമല്ല. അവളുടെ മടിയിൽ തലവെച്ച് അവൻ അങ്ങനെ കിടന്നു. അവളുടെ വിരലുകൾ അവൻ്റെ തലമുടിയിഴകളെ തഴുകിക്കൊണ്ടിരുന്നു. സ്നേഹത്തിൻ്റെ അഗാധമായ ഒരു സ്പർശം. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്താണ് പെണ്ണെ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം പങ്കുവെക്കാൻ പടച്ചോൻ എനിക്കായി തന്നതല്ലേ മെഹ്റു? തന്നെ ഞാനൊന്ന് കണ്ണു നിറച്ച് കണ്ടോട്ടെ. ഞാൻ എന്നും തൻ്റെ കൂടെയില്ല മാഷേ. പിന്നെ എന്താണ്? എടാ, ഞാൻ പറയാൻ മറന്നു. ഞാൻ തൻ്റെ കാര്യം ഉമ്മയോട് പറഞ്ഞു. എന്നിട്ട് എന്താണ് പ്രതികരണം നൂറ? എല്ലാവരും അനിയൻ്റെ വരവിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ഇഷ്ടത്തിനും ഇഷ്ടക്കേടിനും ഒക്കെ സമയം ചെലവഴിക്കാൻ ആർക്കാണ് സമയം സഖാവേ? അതൊന്നും താൻ കാര്യമാക്കണ്ട. താനൊന്ന് ഫ്രീ ആയിട്ടിരിക്കുക. അതല്ല മെഹ്റു, എനിക്കൊരു ലവ് ഉണ്ടെന്ന് സെനീലമ്മയെ പറഞ്ഞപ്പോൾ അമ്മ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ഒരാക്കിച്ചിരിയാണത്. നിനക്ക് പ്രണയം എന്നത് അവർ വിശ്വസിച്ച് കാണില്ല നൂറ, അതാവും. എടാ, ശാന്തി ഭവനിലെ ദോശ കഴിക്കാൻ പോയാലോ? നൂറ, താൻ ബൈസൈക്കിൾ തീവ്സിലെ ചീസി ഫ്രഞ്ച് ഫ്രൈസ് വിത്ത് ഫാഷൻ ഫ്രൂട്ട് മുജിത്ത് കഴിച്ചിട്ടുണ്ടോ? ഇല്ലടോ. എന്നവാ കയറ്. ആലോചിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവനോട് ചേർന്നിരുന്ന് നഗരത്തിലൂടെ അവൾ യാത്രയായി. സ്വപ്നങ്ങളിലൂടെയുള്ള ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അവനെ അവൾ പൊതിഞ്ഞു പിടിച്ചു. ബട്ടൺസിൻ്റെ ഉള്ളിലൂടെ അവളുടെ വിരലുകൾ നെഞ്ചിലൂടെ ഇഴഞ്ഞു നടന്നു. ഇതേ പെണ്ണെ, അടങ്ങിയിരി, ഒന്ന് പോസകാവേ, ഇതൊക്കെ ഇനി എൻ്റെ അധീനതയിൽപ്പെട്ടതാണ്. അവൻ്റെ തോളിലേക്ക് തലയമർത്തി അവനോടൊന്ന് ചേർന്നിരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. കഫയിൽ അവിടെ ഇവിടെയായി കപ്പിൾസ് പ്രണയപരവശരായിരിക്കുന്നുണ്ട്. സന്ദർഭത്തിന് അനുയോജ്യമായ ഒരു മ്യൂസിക് ചെറിയ സ്റ്റീരിയോയിലൂടെ ഒഴുകി നടക്കുന്നു. വാഷിംഗ് ഏരിയയിലെ കണ്ണാടിയിൽ നൂറയോട് ചേർന്ന് മെഹ്റു നിന്നു. പെട്ടെന്ന് മെഹ്റു നൂറയെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവളെ വിശ്രമമില്ലാതെ ചുംബിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അന്തിച്ചു നിന്ന അവൾ അപ്പോഴേക്കും അവൻ്റേതായി കഴിഞ്ഞിരുന്നു. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. അവനും അവളെ മുറുകെ പുണരുകയായിരുന്നു. പതിയെ അതിൽ നിന്നും മോചിതരായി രണ്ടുപേരും പരസ്പരം സൈലൻ്റായിരുന്നു. പതിയെ അവർ സീറ്റുകളിൽ വന്നിരുന്നു. അവൻ അവളെയോ അവൾ അവനെയോ നോക്കിയില്ല. മെനുവിൽ നോക്കി രണ്ടുപേരും ഓർഡർ കൊടുത്തു. നൂറ, അവൻ അവളുടെ കൈകളിലേക്ക് പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. അടുത്ത അധ്യായത്തിനായി നൂറയുടെയും മെഹ്റുവിൻ്റെയും ജീവിതങ്ങളിലേക്കും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും ഞങ്ങളെ കമൻ്റായി അറിയിക്കാൻ മടിക്കരുത്.